നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായാണ് നേപ്പാളിലെ ഈ റസുവ ജില്ലയിലെ ബോട്ടെകോശി നദിയിലേക്ക് വെള്ളവും അതോടൊപ്പം ജലത്തിനോടൊപ്പം തന്നെ ചെളിയും മണ്ണും പാറക്കഷ്ണങ്ങളും മരങ്ങളും അടക്കമുള്ള ഒരു വലിയ ഡെബ്രിസ് കുതിച്ചെത്തിയത്. ജനങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാകാനുള്ള സമയം പോലും ലഭിക്കുന്നതിന് മുന്നെയാണ് വലിയ രീതിയിൽ ചെളിയും അതുപോലെ തന്നെ മണ്ണും നിറഞ്ഞ വെള്ളം വളരെ വലിയ ശബ്ദത്തോടെ ഇരച്ചെത്തുകയുണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം, അതായത് ഒരു തീരം അങ്ങനെ തന്നെ ഇല്ലാതാകുന്നത്, തീരദേശത്തുള്ള കെട്ടിടങ്ങളും കടകമ്പോളങ്ങളും അടക്കമുള്ള ഒരു വലിയ ഭൂപ്രദേശം ഒന്നാകെ ഇല്ലാതാവുകയായിരുന്നു നേപ്പാളിലുണ്ടായത്. ഈ മിന്നൽ പ്രളയത്തിൻ്റെ ഭീകരത വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേപ്പാൾ ജില്ലയിലെ റസുവയിലുണ്ടായ, അതായത് സയാബ്രുബേസി മുതൽ ദേവിഘട്ട് വരെയുള്ള ഭാഗങ്ങളിൽ കനത്ത മലവെള്ളപ്പാച്ചിലിൽ ഈ ഭൂപ്രകൃതി തന്നെ പാടെ മാറിയത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ്, സാറ്റലൈറ്റ് ഉപഗ്രഹ ദൃശ്യങ്ങളാണ് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് നദിയുടെ വീതി ഗണ്യമായി വർദ്ധിച്ച് വലിയൊരു കരഭാഗം തന്നെ ഇല്ലാതായത് ഈ ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാം. പ്ലാനറ്റ് ലാബും സ്റ്റിംസൺ സെന്ററും പുറത്തുവിട്ട ചിത്രങ്ങളാണ് നേപ്പാളിലെ നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റി പങ്കുവച്ചത്. ദേവിഗഡ്, ബെത്രാവതി, ഹാക്കുബേസി, സയാബ്രുബേസി എന്നീ 4 മേഖലകളിലെ നദീതീരത്തിന്റെ അടക്കം ചിത്രങ്ങളാണ് ജൂലൈ മാസത്തിൽ എടുത്ത ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ബോട്ടെകോശി നദിയിലെ പ്രളയവും മണ്ണൊലിപ്പും ഈ 4 മേഖലകളിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ജൂലൈ 3 ലഭിച്ച സാറ്റലൈറ്റ് ചിത്രങ്ങളെ കഴിഞ്ഞ ദിവസം, അതായത് ഓഗസ്റ്റ് 26 സാറ്റലൈറ്റ് ചിത്രങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പ്ലാനറ്റ് ലാബ് പുറത്തുവിട്ടത്. ഇപ്പോൾ ഈ ചിത്രങ്ങളുടെ സഹായത്തോടെ ഈ പ്രകൃതി ദുരന്തത്തിന്റെ ആകെ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തി വിലയിരുത്താനുള്ള നടപടികളിലാണ് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി. മിന്നൽ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന നേപ്പാളിന് സഹായവുമായി ഇന്ത്യയും 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അത്യാവശ്യ മരുന്നുകളും ഇന്ത്യ അയച്ചിട്ടുണ്ട്. അടിയന്തര സഹായങ്ങൾക്കായി കാഠ്മണ്ഡുവിൽ എത്തിയതായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കൂടുതൽ സഹായങ്ങൾ എത്തിക്കുമെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചിട്ടുണ്ട്. ഈ കടുത്ത പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ നേപ്പാളിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും വ്യക്തമാക്കി. ഇന്ത്യയുടെ സഹായത്തിനും പിന്തുണയ്ക്കും നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായും വിദേശകാര്യമന്ത്രി ഷിസിർ ഖനാലും നന്ദി അറിയിച്ചിട്ടുണ്ട്. ഈ ദുഷ്കരമായ വേളയിൽ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കരുത്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി ഷിസിർ ഖനാൽ അറിയിച്ചു. ഇനി മറ്റൊരു അയൽരാജ്യത്തിൻ്റെ കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ രീതിയിലുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. ഗാൽവാൻ അതിർത്തി, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൻ്റെ ഭാഗത്തേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ ഈ ചൈനയുടെ വിദേശകാര്യമന്ത്രിയുമായി നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നടത്തിയ ഉന്നതതല ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അതിർത്തിയിലെ തർക്കം തന്നെയാണ് വലിയൊരു വിഷയമായിട്ടുണ്ടായിരുന്നത്. അതിർത്തിയിലെ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതുൾപ്പെടെ 8 പ്രധാന കാര്യങ്ങളിൽ ഇരു നേതാക്കളും ധാരണയിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിർത്തി പുനർനിർണയത്തിനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ ഇരുപക്ഷവും തീരുമാനിച്ചു. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി 2005 ഒപ്പുവെച്ച ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ നീതിയുക്തമായ പരിഹാരം കണ്ടെത്താനും ധാരണയായിട്ടുണ്ട്. യഥാർത്ഥ നിയന്ത്രണ രേഖയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ 2 രാജ്യങ്ങളും പ്രത്യേക വഴികൾ തേടാനാണ് തീരുമാനം. സേനാ ഉദ്യോഗസ്ഥരുടെ കൂടിക്കാഴ്ചകൾക്കായി 2 സ്ഥലങ്ങളിൽ കൂടി സൗകര്യമൊരുക്കാനും കിഴക്കൻ മധ്യമേഖലകളിൽ ഓരോ ഹോട്ട്ലൈനുകൾ കൂടി സ്ഥാപിക്കാനും ചർച്ചയിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വ്യാപാരം കൂട്ടാനും കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കാനും ചർച്ചയിൽ ധാരണയായി. അതിർത്തി കടന്നൊഴുകുന്ന നദികളുടെയും ഡാമുകളുടെയും വിവരങ്ങൾ പരസ്പരം കൈമാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ച അടുത്ത മാസം വിദഗ്ധ സമിതി യോഗം ചേർന്ന് തീരുമാനിക്കും.
അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനുള്ള ഉന്നതതല സംവിധാനത്തിന്റെ അടുത്ത വർഷത്തെ യോഗം ഇന്ത്യയിൽ വെച്ച് നടത്താനും അജിത് ഡോവലും വാങ് യിയും തമ്മിൽ നടത്തിയ ധാരണയിൽ എത്തിയിട്ടുണ്ട്.